നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തിരുവനന്തപുരം പള്ളിക്കൽ പകൽക്കുറിയിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതായി കേസ്. പകൽക്കുറി ആശാൻവിള സ്വദേശിക്കെതിരെയാണ് കേസെടുത്തത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മദ്യലഹരിയിലെത്തിയ മകൻ 85 വയസ്സ് പ്രായമുള്ള മാതാവിനെയാണ് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചത്. അതിക്രമത്തിനിടെ പരിക്കേറ്റ മാതാവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം പ്രതിയുടെ സഹോദരന്റെ മകൾ വീട്ടിലെത്തിയതോടെ പ്രതി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടെ നിലത്ത് വീണ് പരിക്കേറ്റു. തുടർന്ന് പള്ളിക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെതിരെ മൊഴി നൽകാതെ മാതാവ് ഷെമി. കട്ടിലിൽ നിന്നും വീണ് തലയ്ക്ക് പരിക്ക് പറ്റിയെന്ന മൊഴി ആവർത്തിച്ച് ഷെമി. പല ചോദ്യങ്ങളിൽ നിന്നും ഷെമി ഒഴിഞ്ഞുമാറി. ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിനാണ് മൊഴി നൽകിയത്. കട്ടിലിൽ നിന്നും വീണാൽ ഇത്രയും വലിയ പരുക്കേൽക്കില്ലല്ലോ എന്ന് അന്വേഷണ സംഘം ചോദിച്ചു. ആദ്യം വീണ ശേഷം എഴുന്നേൽക്കുവാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ് പരിക്കേറ്റു എന്നായിരുന്നു മറുപടി. ഷെമി ചോദ്യങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുവാൻ തയ്യാറായിട്ടില്ല. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷകഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോഴിക്കോട് കോവൂരിൽ ഇന്നലെ അഴുക്കുചാലിൽ കാണാതായയാളുടെ മൃതദേഹം കണ്ടെത്തി. കോവൂർ സ്വദേശി കളത്തൻപൊയിൽ ശശിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഫയർഫോഴ്സ് എത്തി വ്യാപകമായ തിരച്ചിൽ തുടരാനിരിക്കെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അഴുക്കുചാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാണാതായ സ്ഥലത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്റർ അപ്പുറമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി 8:30ഓടെയാണ് സംഭവം നടന്നത്. കനത്ത മഴയിൽ നിറഞ്ഞൊഴുകിയ ഓവുചാലിൽ വീണായിരുന്നു അപകടം. ഇവിടെ കനത്ത മഴയാണ് ഇന്നലെ പെയ്തിരുന്നത്. കോവൂർ ഭാഗത്ത് 1 മണിക്കൂർ നേരം അതിശക്തമായി മഴ പെയ്തിരുന്നു. ഓടയിൽ വലിയ കുത്തൊഴുക്കുണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു. കോവൂർ MLA റോഡിൽ മണലേരി താഴത്തെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു ശശി. അബദ്ധത്തിൽ കാൽ വഴുതി ഓടയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ശക്തമായ മഴയായതിനാൽ റോഡിനോട് ചേർന്നുള്ള ഓവുചാൽ വെള്ളം നിറഞ്ഞ് കുത്തിയൊലിക്കുകയായിരുന്നു. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ മുഖ്യപ്രതി അനുരാജ് കഞ്ചാവ് വാങ്ങുവാൻ ഗൂഗിൾ പേ വഴി 16,000 രൂപ കൈമാറിയെന്ന് പോലീസ് കണ്ടെത്തി. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്നും പോലീസ്. കാണാതായ 2 കിലോ കഞ്ചാവിന് വേണ്ടി തിരച്ചിൽ തുടരും. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി അന്വേഷണം ഊർജിതം. ആലുവയിൽ താമസിക്കുന്ന ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കഴിഞ്ഞ 6 മാസമായി ലഹരി എത്തിച്ച് വിതരണം ചെയ്തിരുന്നതായി പ്രതികൾ മൊഴി നൽകിയിരുന്നു. അനുരാജ് വഴിയാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിതരണം നടത്തിയിരുന്നത്. കഞ്ചാവിനായി ഗൂഗിൾ പേ വഴി പണം നൽകിയതിന് പുറമെ അനുരാജ് നേരിട്ടും പണം നൽകിയിട്ടുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കടുവയിറങ്ങി. തോട്ടം തൊഴിലാളിയായ നാരായണന്റെ വളർത്തുമൃഗങ്ങളെ കൊന്നു. വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയാണ് ഇതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു.
കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുവാൻ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു. കടുവയെ കണ്ടെത്താനാകാതെ വന്നതോടെ ഇന്നലത്തെ ദൌത്യം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് ദൌത്യം പുനരാരംഭിക്കും. രാവിലെ മുതൽ സ്നിഫർ ഡോഗിനെ എത്തിച്ച തിരച്ചിൽ നടത്തിയിട്ടും ജനവാസ മേഖലയോട് 2 കിലോമീറ്റർ ചുറ്റളവിൽ കടുവയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലായിരുന്നു. ഉത്തർപ്രദേശ് ഹത്രാസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. പ്രതിയെ വെടിവെച്ച് പിടികൂടി പോലീസ്. ഹത്രാസിലെ സദാബാദിലാണ് സംഭവം. പ്രതി അമൻ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുവാൻ പോലീസിന്റെ തോക്ക് കൈവശപ്പെടുത്തിയിരുന്നു. തുടർന്ന് പോലീസ് വെടിവെക്കുകയായിരുന്നു. പോലീസ് നടത്തിയ വെടിവെപ്പിൽ പ്രതിക്ക് പരിക്കേറ്റു. 7 വയസ്സുകാരിയെയാണ് പ്രതി ബലാത്സംഗം ചെയ്തത്. പെൺകുട്ടി മറ്റു കുട്ടികളോടൊപ്പം സാധനങ്ങൾ വാങ്ങുവാൻ കടയിലേക്ക് പോകുന്നതിനിടെ പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. മറ്റു കുട്ടികൾ അവളുടെ വീട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളും അയൽക്കാരും തിരച്ചിൽ നടത്തി. തുടർന്ന് കുട്ടിയെ അബോധാവസ്ഥയിലാണ് കണ്ടെത്തിയത്. നൂറ് ദിവസം കൃത്രിമ ഹൃദയവുമായി ജീവിച്ച കൃത്രിമ ഹൃദയവുമായി ആശുപത്രി വിടുന്ന ലോകത്തെ ആദ്യ വ്യക്തി. ഈ 2 ചരിത്ര നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു ഓസ്ട്രേലിയൻ പൌരൻ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ദാതാവിന്റെ ഹൃദയം കാത്തിരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന് താൽക്കാലികമായി ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച കൃത്രിമ ഹൃദയം നൽകിയത്. 2024 നവംബർ 22 സിഡ്നിയിലെ സെന്റ് വിൻസെന്റ്സ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെയാണ് കൃത്രിമ ഹൃദയം വെച്ചുപിടിപ്പിച്ചത്. ഡോക്ടർ ഡാനിയൽ ടിംസ് എന്ന ഓസ്ട്രേലിയൻ സ്വദേശി വികസിപ്പിച്ച ബൈവാക്കോർ ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ടാണ് ഉപയോഗിച്ചത്. ഈ ഫെബ്രുവരിയിൽ അദ്ദേഹം ആശുപത്രിവാസം അവസാനിപ്പിച്ച് മടങ്ങി. മലയാളി സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എമ്പുരാൻ. മാർച്ച് 27 എത്തുന്ന ചിത്രത്തിന്റെ വരവ് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് മോഹൻലാൽ ആരാധകർ. ഫാൻസ് ഷോ ടിക്കറ്റുകളുടെ വിൽപ്പന ഏറെ മുൻപേ ആരംഭിച്ചിരുന്നുവെങ്കിലും അതിന്റെ ടൈമിംഗ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനം എത്തിയത്. എമ്പുരാന്റെ ആദ്യ ഷോകൾ മാർച്ച് 27 പുലർച്ചെ 6 മണിക്കാണ് ആരംഭിക്കുക. ഇപ്പോഴിതാ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ചിത്രത്തിന് കേരളത്തിലാകെ ചാർജ് ചെയ്തിരിക്കുന്ന ഫാൻ ഷോകളുടെ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.